ഇവിടെ ഇവിടെ വേഗണ്ണ. വിട്ടല്ലേ? വിട്ടടാ. പുറത്ത് കടന്നു ജയിൽ ജീവിതമൊക്കെ ആസ്വദിച്ചിട്ട്. അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ അണ്ണ. ഒരു കുഴപ്പമില്ലായിരുന്നടാ. നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നടാ. എന്നാലും വലിയ ചതിയായി പോയല്ലോ അണ്ണ. അണ്ണൻ എന്തൊക്കെ തരികട കാണിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ അകത്ത് വേണ്ടി വന്നിട്ടില്ലല്ലോ അണ്ണ. ഞാനന്ന് ഒതുങ്ങിയപ്പോഴാ എനിക്കതിനുള്ള യോഗം ഉണ്ടായത്. എന്റെ ഭാവി തകർക്കാനായിട്ട് ഒരുത്തി അവതരിച്ചു. ദേവിയുടെ പേരുമായിട്ട് മഹാലക്ഷ്മി. അവളാണ് എന്റെ ജീവിതത്തെ കാർന്നു തിന്നത്. ഇപ്പൊ ജയിലിൽ കിടന്നത് എന്റെ മുറപ്പെണ്ണെന്നെ വിട്ടുപോയതിന്റെ അപ്പുറമൊന്നും അല്ല എനിക്ക്. ഇപ്പൊ ജയിലിൽ കിടന്നതിനേക്കാളും വലിയ ദുരന്തം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞടാ. ഓർമ്മ വെച്ച നാള് മുതല് എന്നെ സ്നേഹിച്ച എന്റെ മുറപ്പെണ്ണെന്നെ വിട്ടുപോയപ്പോ തന്നെ ഞാനങ്ങ് മരിച്ചടാ. അങ്ങനെ ചത്ത് ജീവിക്കുന്നവന് മറ്റുള്ളവരെ കൊല്ലാനുള്ള ആവേശം അങ്ങ് കൂടോടാ. അത് ഞാൻ ചെയ്തോളാം. നീ വേഗം വണ്ടി എടുക്ക. എത്തിയോ? പെണ്ണ് കേസ്, കഞ്ചാവ് കേസ്, ഉള്ള മാനം പോയല്ലോടാ. ഇപ്പൊ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാ. സ്വന്തം പെങ്ങളുടെ ഭാവി പോലും കളഞ്ഞില്ലേടാ. എത്തി പുന്നാരമോൻ ജയിൽ പുള്ളി. അങ്ങനെയൊന്നും പറയാതമ്മേ. അതിന് അധിക ദിവസമൊന്നും ഞാൻ ജയിലിൽ കിടന്നില്ലല്ലോ. ഒരു ദിവസം കിടന്നാലും ജയിൽ പുള്ളി തന്നെയാ. എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ തലങ്ങും വിലങ്ങും ഉപദേശിച്ചായ അവനെ. പക്ഷെ കേക്കണ്ടേ? കേക്കില്ല. ആര് പറഞ്ഞാലും കേക്കില്ല. എനിക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണുന്നത് വരെ ഞാൻ ഈ ശൈലി തുടരും. തുടർന്നോ. എടാ മോനെ, ഇതിനേക്കാളും പ്രതികാര ബുദ്ധിയോടെ നടന്നവനാ ഞാൻ. അന്നൊക്കെ വിജയങ്ങൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മഹാലക്ഷ്മി എന്ന് കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തൊട്ട് അടിപടല ഇളകിക്കൊണ്ടിരിക്കുക. അവളെ കണ്ണന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങൾ തന്നെയല്ലേ മനുഷ്യ? അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. എടാ, അവളൊരു സാധാരണ പെൺകുട്ടിയല്ല എന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കിയിട്ട് അവളുമായിട്ട് ഒരു രമ്യതയിൽ പോകുന്നതാണ് നിനക്ക് നല്ലത്. അങ്ങനെയെങ്കിൽ നിനക്കിഷ്ടപ്പെട്ട ജോലിയൊക്കെ കണ്ണൻ തിരിച്ചു തരും. പിന്നെ തരും. കണ്ണനെ പഠിക്കുന്ന കാലം മുതൽ ഇവനേക്കാളും ഉണ്ണിയെക്കാളും ഒക്കെ മിടുക്കനായിരുന്നു. അവന് ബുദ്ധി കൂടുതലാ. അതുകൊണ്ടേ പെട്ടെന്ന് സ്വഭാവം മാറിയെന്നും പറഞ്ഞേ അങ്ങോട്ട് ചെന്നാലേ അവനെല്ലാം വിശ്വസിച്ച് ഇവനെ 2 കൈ നീട്ടി സ്വീകരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ അതേപ്പറ്റിയൊന്നും അല്ല അച്ഛനും മോനും ചിന്തിക്കേണ്ടത്. ഇവളുടെ ഭാവിയെ പറ്റിയാ. ഓ, എന്തോന്ന് ഭാവി? അച്ഛനെ ഞാൻ ഇവിടെ നല്ലോണം ഉപദേശിച്ചതാ, കണ്ണനെ വിട്ടുകളയരുതെന്ന്. എന്നിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇവള് ഒഴിഞ്ഞു നടക്കാല്ലായിരുന്നോ? അത് ഇവൾക്ക് പറ്റിയൊരു തെറ്റാ. അതൊരു തെറ്റാണെന്നേ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമില്ല. ഇനി ആവശ്യം ഉണ്ടേലും നമ്മുടെ ആഗ്രഹം നടക്കത്തില്ല മോളെ.
കാരണം മഹാലക്ഷ്മി മഹായക്ഷിയെ പോലെ അവനെ വരഞ്ഞു മുറുകി നിൽക്കുക.